السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധമായ സുബ്ഹി ജമാഅത്ത് നമ്മൾ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ജമാഅത്തുകളിൽ പങ്കുകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പറയുകയാണ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. വതവക്കൽ, നീ നിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത നിന്റെ റബ്ബിന്റെ മേൽ. എന്തെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മേലിൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു യഥാവിധി തവക്കുൽ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ തന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹു മതി എന്ന്. അപ്പൊ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാ, അള്ളാഹുവിൽ ഏൽപ്പിക്കുക, അത് വലിയൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങളെ കാര്യങ്ങളൊക്കെ യഥാവിധി യഥാർത്ഥമായ നിലക്ക് അള്ളാഹുവിൽ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ, പ്രവാചകൻ പറയുന്നു ലറസഖകും കമാ യർസുഖു തയ്റ, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും ഏതുപോലെ കമാ യർസുഖു തയ്റ, പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നത് പോലെ. പ്രവാചകൻ പറയുകയാണ്, മുത്തനബി പറയുകയാണ് പ്രഭാത സമയത്ത് രാവിലെ നേരത്ത് ആ പക്ഷികൾ ഒട്ടിയ വയറുമായാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈകുന്നേര സമയമാകുമ്പോൾ അള്ളാഹു വരെ വയറ്റിൽക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ നീ അള്ളാഹുവിൽ യഥാവിധി തവക്കുൽ ചെയ്യുകയാണെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരും. അള്ളാഹു നമുക്ക് യഥാവിധി തവക്കുൽ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നദറതു ഇലാ അഖ്നാബിൽ മുശ്രിക്കീന വനഹനു ഫിൽ ഗാർ, ഞങ്ങൾ ഗാർ സൗർ എന്ന് പറയുന്ന ആ ഗുഹയില് കഴിഞ്ഞുകൂടുമ്പോ ശത്രുക്കളുടെ പാദങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കാണുക. ഏത് സമയത്താണത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അവസാനം മക്കയിലെ വലിയ വലിയ നേതാക്കൾ മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു മുഹമ്മദിന്റെ തല എടുത്താൽ അവർക്ക് 100 ഒട്ടകം സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹു തആല മുത്തുനബിയോടും ഒപ്പം ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് എന്നവരോടും എന്ത് ചെയ്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. റസൂലുള്ളാഹി അവിടെ പോയി. അബൂബക്കർ സിദ്ദീഖ് എന്നവര് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ആറസോർ എന്ന് പറയുന്ന മലമുകളിൽ കയറിയിരുന്ന് ഗുഹയിലിരുന്നു. ശത്രുക്കൾ 100 ഒട്ടകം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ശത്രുക്കൾ ഇങ്ങനെ റസൂലുള്ളാഹിനെ തെരഞ്ഞെടുക്കുക. ആ സമയത്ത് ആ ഗുഹയുടെ അടുത്തേക്ക് വന്ന ശത്രുക്കൾ അതാ അപ്പോഴാ പറയുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്നവര് മുശ്രിക്കീന, ഞങ്ങളിങ്ങനെ മുത്തനബിന്റെ ഒപ്പം ഇങ്ങനെ ഗുഹയിലിരിക്കുമ്പോ മുശ്രിക്കീങ്ങളെ പാദം ഞങ്ങൾ കണ്ടു, കാല് ഞങ്ങൾ കണ്ടു. അവര് ഞങ്ങളെ തലയുടെ മുകളിൽ കൂടെ ഞാൻ നടക്കുക, അഥവാ ഞങ്ങൾ അടുത്തോടെ അവിടെ നടക്കുക, ഞങ്ങൾ ഗുഹയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നളറ തഹത ഖദമൈഹി ലഅബ്സറനാ, ഈ മുശ്രിക്കീങ്ങളായ ആളുകളുണ്ടല്ലോ നമ്മളെ തെരഞ്ഞു നടക്കല്ലേ, അവരെ കാലിന്മേലേക്കൊന്ന് അവര് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണും. അവരെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണും, കണ്ടു കഴിഞ്ഞാൽ അവര് നമ്മളെ പിടിക്കും എന്ന് അബൂബക്കർ സിദ്ദീഖ് എന്നവര് ആദരവായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ. ഫഖാല, അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മാ ദന്നുക യാ അബൂബക്കർ, ഓ അബൂബക്കർ നിന്റെ ഭാവന എന്താ? നീ എന്താ വിചാരിച്ചത്? നമ്മളെ രണ്ടാളെ കുറിച്ച് നീ എന്ത് വിചാരിച്ചു? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമത് അല്ലാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് എന്നവരോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ ഞങ്ങളുടെ വാർത്തകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കണം തമ്പുരാനെ. വലിയ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തിൽ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ സഫലീകരിച്ച് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചവർ, ഞങ്ങളെ ചുറ്റും പറവട്ട് കിടക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ക്യാന്റീനിലേക്ക് സംഭാവനകളൊക്കെ ചെയ്തവരുണ്ട്, എല്ലാം കബൂൽ ചെയ്യണം റഹ്മാനെ. അതിന്റെ പ്രതിഫലം അവരിൽ മരിച്ചു പോയവരിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب. السلام عليكم.